സംവരണ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ്. സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയെന്നും സംവരണം നൽകുന്നത് നരേന്ദ്രമോദിയാണെന്നും ഫട്നവിസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൃത്യമായ ഭൂരിപക്ഷം നേടി മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം അധികാരത്തിൽ വരുമെന്നും ഫട്നവിസ് പറഞ്ഞു. ഫട്നവിസുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു. കേൾക്കാം. Yes, I am totally confident that our Mahayuti will get 100% majority. There are allegations that BJP alleged that Congress trying to divide, cut short the reservation of SC, ST, OBC. It is Rahul Gandhi who has said that they will remove the reservation. Modi ji has given the reservation. റിപ്പോർട്ടർ ടിവിയോടാണ് ഇപ്പോൾ ഫട്നവിസ് പ്രതികരിച്ചത്. BJP നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നവിസിനെ ഭയമില്ലെന്ന് എതിർ സ്ഥാനാർത്ഥി പ്രഫുല്ല ഗുഡദെ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വ്യക്തിയും അതിശക്തനല്ല. വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ശക്തർ. ആരെ വിജയിക്കണമെന്ന് അവർ തീരുമാനിക്കും. പ്രഫുല്ല ഗുഡദെ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പ്രഫുല്ല ഗുഡദെ. पावरफुल डेमोक्रेसी में कोई आदमी नहीं होता है. पावरफुल तो लोग होते हैं और लोकतंत्र में लोगों की ताकत बड़ी होती है. इसलिए कोई पावरफुल नहीं होता है. हर व्यक्ति का, हर मतदाता का जो वोट का वैल्यू है वो एक ही है. इसलिए ये जो चुनाव है बहुत इम्पोर्टेंट है और लोग इस वक्त बदलाव चाहते हैं और बदलाव निश्चित तौर पर होगा, ऐसा मुझे विश्वास है. നമുക്കിപ്പം പി ആർ സുനിൽ ചേരുന്നുണ്ട്. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ പൊതുവെ കാലാവസ്ഥ എന്താണ്? ദേവേന്ദ്ര ഫട്നവിസിനെയും പ്രഫുല്ലയൊക്കെ കാണുമ്പോൾ ആത്മവിശ്വാസം ഇരു മുന്നണികൾക്കുമുണ്ട്. ഇനി 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 5ാമത്തെ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് മഹാരാഷ്ട്ര നീങ്ങും. അപ്പോൾ ഈ പൾസ് ഇപ്പോഴും എങ്ങനെയാണ്? അവസാന നിമിഷം കാറ്റ് ഏതെങ്കിലും ഒരു വശത്തേക്ക് പിടിക്കുന്നുണ്ടോ? പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ബലാബലം തുടരുന്നു മഹാരാഷ്ട്രയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്വന്തമായി സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഒരിക്കലും ചരിത്രത്തിൽ ലഭിച്ചിട്ടില്ല. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഒരു കിച്ചടി സർക്കാർ അധികാരത്തിൽ വരും. ഏതാണ്ട് ആ ഒരു സ്ഥിതി തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. ഏതായാലും മഹായുതി ആയിരിക്കുമോ മഹാവികാസ് ആയിരിക്കുമോ ഈ സർക്കാർ പിടിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. ബലാബലം 2 മുന്നണികൾക്കിടയിലും ശക്തമായി തന്നെ തുടരുകയാണ്. ഏതായാലും ഇന്നലെ ഫട്നാവിസിനോട് വലിയ യുദ്ധം വെട്ടിയാണ് ആ ഒരു ബൈറ്റ് സംഘടിപ്പിച്ചത്. ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 വാക്ക് മാത്രമാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞ എത്രയോ വർഷമായി 1999 മുതൽ 6 തവണയായി അദ്ദേഹം മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലം. ഏതായാലും വലിയ ആത്മവിശ്വാസം അവിടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറും എന്ന പ്രതീക്ഷയിൽ വലിയ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയും അവിടെയൊക്കെ തന്നെ കണ്ടു. ഏതായാലും മഹാരാഷ്ട്രയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പ്രചരണ യുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഏതാണ്ട് എല്ലാ ദിവസവും മഹാരാഷ്ട്രയിലുണ്ട്. ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന് വലിയ തിരിച്ചടിയായത് ദളിത് വിഭാഗത്തിലെ വലിയൊരു ശതമാനം വോട്ട് മഹാവികാസ് അഘാടി സഖ്യത്തിന് പോയി എന്നതാണ്. ഏതാണ്ട് ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമം ഇത്തവണ മഹായുതി സഖ്യം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വലിയ പ്രചരണം തന്നെയാണ്, കാടടച്ചുള്ള പ്രചരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ SC ST ദളിത്, SC ST OBC സംവരണം വെട്ടിക്കുറച്ച് അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ആക്ഷേപമൊക്കെ BJP ഉയർത്തുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഏതായാലും അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വരുന്നുണ്ട്. അതിനിടയിലാണ് പെട്ടി വിവാദം. കേരളത്തിലെ പോലെ ഒരു പെട്ടി വിവാദം മഹാരാഷ്ട്രയിലുമുണ്ടായി. ബാഗ് പരിശോധന വിവാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആദ്യം ഉദ്ധവ് താക്കറെയുടെ ബാഗ് 2 ദിവസം തുടർച്ചയായി പരിശോധിച്ചത് വലിയ വിവാദമാക്കി മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ ഉയർത്തി. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ കണ്ട കാഴ്ച, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ബാഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു, അജിത് പവാറിൻ്റെ ബാഗ് പരിശോധിക്കുന്നു. ഇതൊക്കെ തന്നെ BJP സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഉദ്ധവ് താക്കറെ നിയമത്തിന് അതീതമല്ല എന്നൊക്കെയുള്ള മഹാരാഷ്ട്രയിൽ ഒരു ബാഗ് വിവാദം ഉണ്ടോ?
തീർച്ചയായും ആ ബാഗ് വിവാദത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബാഗ് വിവാദമാണ് ഇപ്പോൾ വലിയ ചർച്ച. ഇന്നലെ ഫട്നാവിസും ചൂണ്ടിക്കാണിച്ചത് അതാണ്. നിയമത്തിന് അതീതനല്ല ഉദ്ധവ് താക്കറെ എന്നതാണ്. ഉദ്ധവ് താക്കറെ പ്രധാനമായും ആരോപിക്കുന്ന അദ്ദേഹം പ്രചരണത്തിന് പോകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു, അദ്ദേഹത്തിൻ്റെ ബാഗ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് സമയം നഷ്ടമാകുന്നു, ഹെലികോപ്റ്റർ പരിശോധിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ഉപയോഗപ്പെടുത്തി ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ ഏക്നാഥ് ഷിൻഡെയുടെ ബാഗും ഹെലികോപ്റ്ററും ഒക്കെ പരിശോധിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വഴിമാറി കൊടുക്കുന്നു, അവിടെ പരിശോധിക്കും ഇവിടെ പരിശോധിക്കും എന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ പറയുന്നതായി കാണാം. അതുപോലെ തന്നെയാണ് അജിത് പവാറും ഈ വീഡിയോ ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ പരിഹസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ ഒരു സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിനിടയിലുണ്ട്. ഏതായാലും ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ആ വിഷയത്തിനെ മറികടക്കാനായി ഈ സംവരണ വിഷയം, വർഗീയ വിഷയം ഇതൊക്കെ തന്നെ ആളിക്കത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും മഹായുദ്ധി സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും വലിയ പോരിലേക്ക് മഹാരാഷ്ട്ര നീങ്ങിക്കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന്. അതെ, പി ആർ സുനിൽ, ഈ ബാഗിന്റെ കാര്യത്തിലൊക്കെ ഇവിടെ പരിശോധിക്കൂ അവിടെ പരിശോധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പണം വരുന്ന വഴി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. NCP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, നന്നായി ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കും. അതൊന്നും ഈ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അല്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ നേതാക്കളുടെ ബാഗ് പരിശോധിച്ചാൽ ഒന്നും കിട്ടില്ല, അല്ലേ പി ആർ സുനിൽ? തീർച്ചയായും യാതൊരു സംശയവുമില്ല. പണം പോകേണ്ട വഴിക്ക് പണം പോയിട്ടുണ്ടാകും, പണം എത്തേണ്ട സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ബാഗൊക്കെ പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു നാടകം മാത്രമായിരിക്കും. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ബാഗുകൾ എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അവർ പ്രധാനമായും ഉന്നയിച്ചൊരു ആക്ഷേപം പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ള നേതാക്കളെ BJPയുടെ ബാഗ് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചില്ല എന്നാണ്. ഏതായാലും അതിനുള്ളൊരു മറുപടി ഇന്നലെ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ഇത്തരത്തിൽ ഏക്നാഥ് ഷിൻഡെയുടെയും അജിത് പവാറിൻ്റെയും ഫട്നാവിസിൻ്റെയും ബാഗുകളൊക്കെ പരിശോധിച്ചാണ്. അങ്ങനെ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയെങ്കിൽ പോലും ഈ പണമൊക്കെ എവിടെ പോകുന്നു, അത് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പണം എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. വലിയ പണമൊഴുക്ക് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാരാഷ്ട്ര എന്നൊരു സാമ്പത്തിക തലസ്ഥാനമാണ്, പണമുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പണം അതിൻ്റെ എത്രയൊക്കെ ഇരട്ടി ഒഴുകാൻ പറ്റുമോ അത്രയൊക്കെ ഇരട്ടി തെരഞ്ഞെടുപ്പ് മണ്ണിൽ ഒഴുകിയിരിക്കും. ഓക്കെ, താങ്ക് യു പി ആർ സുനിൽ. റിപ്പോർട്ട് ചെയ്തതുപോലെ പണം ഒഴുകാൻ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. കരിമ്പ് കർഷകർ ധാരാളമുള്ള സ്ഥലമാണ്. പല ട്രാക്ടറുകളിൽ പണം കൊണ്ടുപോയ കഥകൾ കേട്ടിട്ടുണ്ട്, ലോറികളിൽ പണം കൊണ്ടുപോയ കഥകൾ കേട്ടിട്ടുണ്ട്. പണമൊഴുക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഈ ധർമ്മരാജന്മാരുള്ളത് കേരളത്തിൽ മാത്രമല്ലെന്നേ, ഈ ധർമ്മരാജന്മാരുടെയൊക്കെ ബെടാ ധർമ്മരാജന്മാർ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. പണം എങ്ങനെ കടത്തണമെന്നും അതെങ്ങനെ വോട്ടർമാർക്ക് വിതരണം ചെയ്യണമെന്നും ഒക്കെ പല ഘട്ടങ്ങളിൽ തെളിയിച്ച മനുഷ്യരാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കുറ്റകൃത്യമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. അപ്പോൾ പി ആർ സുനിലാണ് നമുക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നും ചേർന്നത്. ബാഗ് വിവാദം മഹാരാഷ്ട്രയിൽ കത്തിപ്പിടിക്കുന്നു എന്നതാണ് ഇപ്പോൾ പി ആർ സുനിൽ റിപ്പോർട്ട് ചെയ്തത്.